ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കവിതാഭാഗം എല്ലാവരും നന്നായിട്ട് പഠിച്ചോ? നന്നായിട്ട് വായിച്ചു പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഞ്ചവർണ്ണക്കിളിയല്ലേ പഠിച്ചത്? എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിതയായ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് അടുത്തതായിട്ട് ഒരു പാഠഭാഗം പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, പാഠം 2 ഗുരുജിയും ദയാലുവും. ഗുരുജിയും ദയാലുവും. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമജീവിതത്തിൻ്റെയും നഗര ജീവിതത്തിൻ്റെയും ഒരു വ്യത്യാസം കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മളിപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് ഗ്രാമത്തിലാണ് അല്ലേ? വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പട്ടണത്തിൽ പോയിട്ടുണ്ടോ എല്ലാവരും? സിറ്റീസ്, പട്ടണം, സിറ്റികൾ, അവിടെ പോയിട്ടുണ്ടോ? അവിടെ എന്താണ്? ഒരുപാട് കെട്ടിടങ്ങളും വലിയ ഫ്ലാറ്റുകളും, അത് ഒരുപാട് ഓഫീസും ഫാക്ടറി, അങ്ങനെ വളരെ തിരക്കേറിയ സ്ഥലങ്ങളാണ് കൂടുതലും പട്ടണങ്ങൾ. ഒരുപാട് തിരക്കായിട്ടുള്ള സ്ഥലങ്ങൾ, ഒരുപാട് വാഹനങ്ങളായിരിക്കും, റോഡ് നിറഞ്ഞു കവിഞ്ഞു പോകുന്ന വാഹനങ്ങൾ. പിന്നീട് എല്ലാ സ്ഥലത്തും വെറുതെ ഒരു തരിശു ഭൂമി പോലും ഇല്ലാതെ എല്ലായിടവും കെട്ടിടങ്ങളും ഓഫീസ് സമുച്ചയങ്ങളുമായിട്ട് അങ്ങ് മൊത്തത്തിലൊരു തിരക്കു പിടിച്ച ജീവിതം നയിക്കുന്ന സ്ഥലമാണ് പട്ടണങ്ങൾ, നഗരങ്ങൾ. ഇപ്പം നമ്മൾ തന്നെ ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരെന്നപ്പോൾ ഒന്ന് പട്ടണത്തിൽ പോയി താമസിച്ചാൽ കൊള്ളാമായിരുന്നു, നല്ലതായിരുന്നു, ഒരു അടിപൊളി ജീവിതമൊക്കെ ആയിരുന്നു അവിടെ പോയായിരുന്നെങ്കിൽ അത് കൊള്ളായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷെ പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കോ ഈ ഒരു ബഹളത്തിൻ്റെ എല്ലാത്തിനും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ഒരു നൈർമല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, എനിക്കങ്ങ് എൻ്റെ നാട്ടിൽ പോയാൽ മതി, എൻ്റെ ഗ്രാമത്തിൽ പോയാൽ മതി എന്നുള്ളൊരു തോന്നല് ഉളവാകും. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിൽ. ഒരുപക്ഷെ നമ്മൾക്കത് ഇപ്പോഴൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ലായിരിക്കാം. നമ്മൾ ഒരുപക്ഷെ ഇവിടെ നിന്ന് നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ വാങ്ങിച്ച് വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പോയി ജീവിക്കാനുള്ള കുട്ടികളല്ലേ നിങ്ങളൊക്കെ? ഇപ്പം നിങ്ങൾ 6ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ. നിങ്ങൾ ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ആ പഠനവും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് പുറം രാജ്യങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം പോകാനുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കും, അയ്യോ എനിക്ക് എൻ്റെ ഗ്രാമം മതിയായിരുന്നു, എനിക്ക് എൻ്റെ ഗ്രാമത്തിൽ തിരിച്ചു വന്നാൽ കൊള്ളാം എന്നെല്ലാം നിങ്ങൾ ചിന്തിച്ചു പോകും. അപ്പൊ നോക്കിയേ, നമ്മുടെ ഒരു കവി നോക്കിക്കേ, കുറ്റിപ്പുറം കേശവനാർ എഴുതിയിരിക്കുന്നുണ്ടോ? നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. എന്താണ് എഴുതിയിരിക്കുന്നത്? നാട്യപ്രധാനം നഗരം ദരിദ്രം. ഒരു നാട്യങ്ങൾ കൊണ്ടാണ്. നാട്യം എന്ന് വെച്ചാൽ കൂടുതലും അഭിനയമാണ് കൂടുതൽ. എവിടെയാണ് നാട്യ പ്രധാനമുള്ള ഭാഗം? കൂടുതലും അഭിനയത്തിന് പ്രധാനം, അഭിനയങ്ങളാണ് മൊത്തം. നഗരം ദരിദ്രം. അല്ലാതെ ആ ഒരു നഗരത്തിൽ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ദരിദ്രമാണ്. അവിടെ കൂടുതലായിട്ടും നാട്യങ്ങൾ മാത്രമേ ഉള്ളൂ. നാട്യപ്രധാനമാണ് നഗരങ്ങൾ. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. നമ്മുടെ നാട്ടിൻപുറം എന്ന് വെച്ചാൽ നന്മകൾ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ ഗ്രാമങ്ങൾ. നാട്ടിൻപുറങ്ങൾ നന്മകളാൽ സമൃദ്ധമാണ്. ഓക്കെ, നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. ആരാണ് എഴുതിയിരിക്കുന്നത് ഈ വരികള്? കുറ്റിപ്പുറം കേശവൻ നായർ. നല്ല അർത്ഥവത്തായിട്ടുള്ള ഒരു വരികളാണത്. നല്ല അർത്ഥമല്ലേ? നല്ല അർത്ഥമാണ്. നമ്മളുടെ ആ ഒരു ഗ്രാമത്തിന്റെ ആ ഒരു ഐശ്വര്യം തന്നെയാണ് നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം. എപ്പോഴും നന്മകൾ മാത്രമുള്ളൊരു നാട്ടിൻപുറമാണ്. അതാണ് നമ്മുടെ ഗ്രാമങ്ങൾ. നന്മകൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ നമുക്ക് ഒരു പട്ടണത്തിലെയും ഒരു ഗ്രാമത്തിലെയും തമ്മിലുള്ള ഒരു കാഴ്ച വെച്ചാൽ നമ്മളൊരു ഗുരുജി, നമ്മുടെ ദയാലുവിനെ ഒരു പട്ടണത്തിലേക്ക് ജീവിതം എന്താണെന്ന് അറിയാനും ജീവിത കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ, നിങ്ങൾ ഈ പുസ്തകത്തിൽ നോക്കി പഠിക്കുന്നതും അല്ലാതെ നമ്മൾ നേരിട്ട് ഒരു സ്ഥലത്ത് പോയി കണ്ടു പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഇപ്പം ഞാൻ തന്നെ പറയുന്നത് കേട്ടോ, പട്ടണത്തിൽ അങ്ങനെയാണ്, പട്ടണത്തിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് നിങ്ങളെല്ലാവരും ചിന്തിക്കും. ഒരു സങ്കല്പം, നമ്മുടെ മനസ്സിലെല്ലാം ഒരു സങ്കല്പം വരും. പക്ഷെ അതല്ലാതെ നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ ഉള്ള ഒരു അനുഭവം നമുക്ക് നേരിട്ട് അറിയാൻ പറ്റില്ലയോ? അപ്പോൾ നമ്മൾ ഒരു കാര്യം കാണാതെ പഠിക്കുന്നതിനേക്കാൾ മനസ്സിലാക്കി പഠിക്കുന്നതല്ലേ കുറച്ചുകൂടെ പെട്ടെന്ന് ഓർമ്മ നിൽക്കുകയുള്ളൂ. കാണാതെ പഠിച്ചിങ്ങനെ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യും? ഒരു ഭാഗം ഒരു വരി മറന്നുപോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ എഴുതാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഓർത്തെടുത്ത് നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ നിൽക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഒരു സ്ഥലത്തിനെ പറ്റി പറഞ്ഞു കേൾക്കുന്ന അറിവിന് കുറച്ച് ഒരു
അതേസമയം നമ്മൾ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കോ ഒരുപാട് അറിവ് നമുക്കത് പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു അറിവ് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദയാലുവിനെ ഒരു പട്ടണത്തിലേക്ക് ഗുരുജി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഓക്കെ, പുസ്തകം നോക്കണം എല്ലാവരും. ആധുനിക കാലത്ത് നഗര ജീവിതത്തോടാണ് എല്ലാവർക്കും ആഭിമുഖ്യം. ഗ്രാമത്തിന്റെ ശാന്തിയും വിശുദ്ധിയും ഒന്നും നഗരത്തിനില്ലെന്ന യാഥാർത്ഥ്യം മിക്കവരും പരിഗണിക്കുന്നതേ ഇല്ല. നഗരത്തിന്റെ വർണ്ണപ്പകിട്ടിലും നഗര ജീവിതത്തിന്റെ തിളക്കത്തിലും പൊങ്ങച്ചത്തിലും ഭ്രമിച്ച് നഗരത്തിലേക്ക് ചേക്കേറുന്നവർക്ക് പറയാൻ ന്യായങ്ങൾ ഏറെയുണ്ട്. പക്ഷേ നഗര ജീവിതത്തിന്റെ പുറമോടിക്ക് പിന്നിലെ ഇരുട്ടും ജീർണതയും അവർ അറിയുന്നില്ല. വെളിച്ചം കണ്ട് തീ നാളത്തിലേക്ക് പറന്നടുക്കുന്ന ഈയാമ്പാറ്റുകളുടെ അനുഭവം അവർ ഓർക്കാറില്ല. അപ്പോഴെന്താണ് നമ്മുടെ ഗ്രാമവാസികൾ പട്ടണത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ പട്ടണത്തിലേക്ക് അവർ താമസം മാറി പോകുമ്പോഴേക്കും പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആധുനിക കാലഘട്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ആധുനിക കാലഘട്ടമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഏത് നൂറ്റാണ്ടാണ്? 21ാം നൂറ്റാണ്ട്, ഒരു ആധുനിക കാലഘട്ടമാണ്. അപ്പോഴെന്താണ്? ആ ആധുനിക കാലത്ത് നഗര ജീവിതത്തോടാണ് എല്ലാവർക്കും ആഭിമുഖ്യം. ഒരു നഗര ജീവിതത്തോട്, പട്ടണത്തിലെ ഒരു ജീവിതത്തിനോടാണ് എല്ലാവർക്കും ആഭിമുഖ്യം എന്ന് വെച്ചാൽ താല്പര്യം. നമുക്കെല്ലാവർക്കും പട്ടണ ജീവിതത്തിനോടാണ് താല്പര്യം. എന്താണ് ആ ഒരു പട്ടണ ജീവിതത്തിൽ? എന്താണ് എല്ലാ സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങാൻ പറ്റും. നമുക്ക് ഒരുപക്ഷെ അച്ഛനമ്മയ്ക്കും ആ പട്ടണത്തിലെ ജോലിയെങ്കിൽ അവർക്ക് അവിടുന്ന് പെട്ടെന്ന് ജോലിക്ക് പോകാൻ സൗകര്യമാണ്. പിന്നെ തൊട്ടടുത്ത് മാളുകളുണ്ട്, സിനിമാ തിയേറ്ററുണ്ട്, പാർക്കുണ്ട്, ബീച്ചുണ്ട്, അങ്ങനെ എല്ലാ ആഡംബരത്തിനുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്, പട്ടണത്തിലുണ്ട്. നമ്മൾ ഗ്രാമത്തിലാണെങ്കിലോ നമുക്കൊന്ന് ബീച്ചിൽ പോകണമെങ്കിൽ എത്ര ദൂരം പോകണം അല്ലേ? ഒരുപാട് ദൂരം. നമ്മൾ എപ്പോഴും നമുക്ക് നമ്മൾ ഏതെങ്കിലും പട്ടണത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകണമെങ്കിൽ ഒരു 10 മിനിറ്റത്തെ ദൂരം, 15 മിനിറ്റത്തെ ദൂരം, അത്രയൊക്കെ ഉള്ളൂ. പാർക്കാണെങ്കിലോ എല്ലാ സ്ഥലത്തും പാർക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കാണെങ്കിൽ ഒരു പാർക്ക് കാണണമെങ്കിൽ തന്നെ ഒരുപാട് യാത്ര ചെയ്ത് പോകണം. ബീച്ചാണെങ്കിൽ തന്നെയും അത് തന്നെ ഒത്തിരി യാത്ര ചെയ്ത് പോകണം. അപ്പോഴും നമുക്ക് പട്ടണത്തിലേക്ക് താമസം മാറുകയാണെങ്കിൽ നമുക്ക് എന്നും പാർക്കിൽ പോവാം, എന്നും ബീച്ചിൽ പോവാം, എപ്പോഴും എപ്പോൾ സിനിമ കാണണമെങ്കിലും തിയേറ്ററൊക്കെ തൊട്ടടുത്തുണ്ട്. എല്ലാ ആധുനിക സുഖ സൗകര്യങ്ങളും എവിടെ ഉണ്ട്? നമ്മുടെ പട്ടണങ്ങളിലുണ്ട്. അപ്പോഴാണ് പൊതുവെ എല്ലാവർക്കും പട്ടണത്തിനോടൊരു ആഭിമുഖ്യമുണ്ട്. ഗ്രാമത്തിന്റെ ശാന്തിയും വിശുദ്ധിയും ഒന്നും നഗരത്തിനില്ലെന്ന യാഥാർത്ഥ്യം മിക്കവരും പരിഗണിക്കുന്നതേ ഇല്ല. അപ്പോഴെന്താണ് നമ്മുടെ ഈ ഒരു ഗ്രാമത്തിന്റെ ഒരു ശാന്തി, ആ ഒരു ശാന്തിയും ഒരു വിശുദ്ധിയും ഒന്നും നഗരത്തിനില്ലെന്നുള്ള യാഥാർത്ഥ്യം മിക്കവരും പരിഗണിക്കുന്നതേ ഇല്ല. എന്താണ് നമ്മുടെ ആ ഒരു വിശുദ്ധി? എന്താണ് നമ്മുടെ നാട്ടിൻ്റെതായിട്ടുള്ള ഒരു വിശുദ്ധി ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കിണറുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമൃദ്ധമായിട്ടുള്ള ശുദ്ധജലം നമുക്ക് നമ്മുടെ കിണറിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ പട്ടണത്തിലാണെങ്കിൽ കിട്ടുമോ? പട്ടണത്തിൽ 2-3 സെന്റിനകത്ത് വീടും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുവാണ്. അപ്പോൾ അവിടെ ഒന്നും കിണർ കുഴിക്കാനുള്ള നിയമവശമില്ല. അവിടെ എല്ലാം കിണർ കുഴിക്കാൻ പാടില്ല. എല്ലാവർക്കും പൈപ്പ് വെള്ളമൊക്കെ ആയിരിക്കും. അപ്പോൾ പൈപ്പ് വെള്ളം എന്ന് വെച്ചാൽ എവിടുന്നോ ശുദ്ധീകരിച്ചൊക്കെ വരുന്ന വെള്ളമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് എന്ത് വെള്ളമാണെന്ന് നമുക്ക് അറിയില്ല, നമ്മളും അത് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് തന്നെ നമ്മുടെ തലമുടിക്ക് വരെയും ദോഷമായിട്ടുള്ള ക്ലോറിൻ വെള്ളമാണ് കൂടുതൽ കിട്ടുന്നത്. ആ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ക്ലോറിൻ. ആ ഒരു ക്ലോറിൻ കലർന്ന വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരുപാട് നമ്മുടെ സ്കിൻ പ്രശ്നങ്ങളും ഒരുപാട് നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഗ്രാമവാസികളാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വിഷമവും കാര്യങ്ങളും ഒന്നും ഇല്ല. നമുക്ക് ഇഷ്ടം പോലെ വെള്ളം നമ്മുടെ കിണറ്റിനകത്തുനിന്ന് കോരിയെടുക്കാം. പിന്നീട് നമ്മൾക്കിവിടെ കൂടുതലായിട്ട് സ്ഥലമുണ്ട്. നമ്മുടെ വീട് കൂടാതെ ഒരുപാട് മുറ്റമുണ്ട്, പിന്നെ കൃഷി സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പട്ടണത്തിലാണെങ്കിലോ പട്ടണത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളില്ല. ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മുറ്റം പോലും ഇല്ല. അവർക്ക് നോക്കിയൊന്ന് ആലോചിച്ചപ്പോൾ തുണി കഴുകി ഇടാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ഫ്ലാറ്റുകൾ വരെ ഉണ്ട്. ചില ഫ്ലാറ്റിനൊക്കെ ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിലൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കാണെങ്കിലോ നമുക്ക് എന്തുമാത്രം തുണി കഴുകിയാലും 2-3 ആശ വലിച്ചു കെട്ടുന്ന പാടേ ഉള്ളൂ. മുറ്റത്തും പുരയിടത്തിലും എവിടെ വേണേലും നമുക്കിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം നമ്മുടെ ഭാഗ്യമല്ലേടാ. പിന്നെ പ്രധാനമായിട്ടും നല്ല ശാന്തമായ അന്തരീക്ഷമായിരിക്കും നമ്മളുടെ ഇവിടെ.
പട്ടണത്തിലാണെങ്കിൽ ശബ്ദ കോലാഹലങ്ങളായിരിക്കും എപ്പോഴും. വണ്ടിയുടെ ഹോണും അനൗൺസ്മെന്റും കാര്യങ്ങളും എപ്പോഴും ഭയങ്കര ഒരു ശബ്ദ മലിനീകരണം ഏറ്റവും കൂടുതലായിട്ടുള്ള സ്ഥലം പട്ടണങ്ങളായിരിക്കും. അതേസമയം നമ്മളെ ഗ്രാമം എന്ത് ശാന്തസുന്ദരമായിട്ടുള്ള ഗ്രാമമാണ് അല്ലേ? ഗ്രാമമാണ് എപ്പോഴും നല്ലത്. ഉണ്ടോ? നഗരത്തിലെ വർണ്ണ പകിട്ടിലും നഗര ജീവിതത്തിന്റെ തിളക്കത്തിലും പൊങ്ങച്ചത്തിലും ഭ്രമിച്ച് നഗരത്തിലേക്ക് ചേക്കേറുന്നവർക്ക് പറയാൻ ന്യായങ്ങൾ ഏറെയുണ്ട്. അപ്പോഴെന്താണ്, ഗ്രാമം വിട്ട് പട്ടണത്തിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് പറഞ്ഞു നിൽക്കാം. അയ്യോ, എനിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സാധനം വാങ്ങിക്കാനൊന്നും ഒരുപാട് കഷ്ടപ്പാടുണ്ട്, വേണ്ടുന്നത് എന്നും നമുക്ക് മാളിൽ വാങ്ങിക്കാൻ കിട്ടും, പിന്നെ സുഖമാണ്, മുറ്റം തൂക്കണ്ട, ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന മുറ്റം തൂക്കണ്ട, മുറ്റമില്ല തൂക്കാൻ, പിന്നെ പ്രദേശമൊന്നും വൃത്തികേടാവത്തില്ല. നമുക്കൊക്കെ ആണെങ്കിൽ മഴ പെയ്യും, ഇപ്പോഴാണെങ്കിൽ ചെടിയുടെ കരിയിലെയും എല്ലാ കാര്യങ്ങളും വീണ് ഇങ്ങനെ കിടക്കത്തില്ലേ, അപ്പം അതിൻ്റെ ഒന്നും പാടില്ല. എന്താണെന്ന് വെച്ചാൽ അതിന് ഫ്ലാറ്റുകളാണ്, മുറ്റങ്ങളില്ല. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ന്യായങ്ങൾ കാണും. പക്ഷേ നഗരജീവിതത്തിന്റെ പുറമോടിക്ക് പിന്നാലെ ഇരുട്ടും ജീർണതയും അവർ അറിയുന്നില്ല. എന്താണ് ഈ ഒരു നഗരജീവിതത്തിന്റെ പുറമോടിക്കുള്ള പിന്നില്? ഈ ഒരു പുറമേ കാണുന്ന സൗന്ദര്യം മാത്രം നമ്മൾ വിചാരിക്കും, ആഹാ രക്ഷട്ടോ, ഫ്ലാറ്റ് ആണെങ്കിൽ എന്ത് സുഖം, സേഫ് ഉണ്ടോ, താഴെ ഫ്ലാറ്റിന് താഴെ സെക്യൂരിറ്റി ഉണ്ട്, എല്ലായിടവും CCTV ഉണ്ട്, ഒരു കള്ളന്മാരും അകത്തോട്ട് കയറി വരത്തില്ല, അപ്പോൾ സേഫ് ആണ്, ഒറ്റയ്ക്ക് വേണമെങ്കിൽ താമസിക്കാം നമ്മൾ വിചാരിക്കും. എന്താണ് ജീവിതത്തിൽ സേഫ് ആയിരുന്നു, ആരുടെ ശല്യമില്ല, വേറൊരാരും നമ്മളെ ശല്യപ്പെടുത്താൻ വരത്തില്ല, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്താണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ നോക്കി, നമ്മുടെ ഗ്രാമത്തിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യും? തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിയോട് പറയും, അയ്യോ മോൻ വരുമ്പോഴത്തേനും ഒന്ന് വിളിച്ച് നിർത്തിയേക്കണേ, ഇവിടെ ഞങ്ങൾ ഇവിടെ ഇല്ലേ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളെ സ്കൂൾ ബസ് വരുന്ന സമയത്തിന് മുമ്പേ ആ ആൻറ്റി നോക്കി നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ തന്ന് നിങ്ങളെ അവിടെ ഇരുത്തിയേക്കും. നിങ്ങൾ അച്ഛനും അമ്മയും സമാധാനത്തോടുകൂടി പോയിട്ട് വരും. ഇപ്പോൾ നിങ്ങളെ ഓർത്തൊരു ടെൻഷൻ, എൻ്റെ കുഞ്ഞെന്തിയെ എന്നുള്ള ടെൻഷൻ അവർക്ക് വേണ്ട. അവർക്കറിയാം സുരക്ഷിതമായ കൈകളിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം അവർക്കറിയാൻ പറ്റും അല്ലേ? പട്ടണത്തിലാണെങ്കിലോ നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഫ്ലാറ്റിൻ്റെയും തൊട്ട് ഓപ്പോസിറ്റ് കാണുന്ന ഫ്ലാറ്റിൽ ആരാണ് താമസിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ല. ആ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു കെട്ടിടത്തിനകത്തുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും പരസ്പരം അറിയത്തില്ല. അപ്പോൾ ഒരിക്കലും അവരുടെ സഹകരണ മനോഭാവമോ സ്നേഹമോ ഉണ്ടാകത്തില്ല. നമുക്കൊരു ആപത്ത് വന്നാൽ പോലും നമ്മളെ സഹായിക്കാൻ അവിടെ ആരും കാണത്തില്ല. അതേസമയം നമ്മുടെ നാട്ടിലാണെങ്കിലോ നമ്മുടെ ഗ്രാമത്തിലാണെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ ബന്ധുക്കളെക്കാൾ കൂടുതൽ നമ്മുടെ അയൽക്കാരായിരിക്കും നമ്മളെ സഹായിക്കാൻ വരുന്നത്. പെട്ടെന്ന് ഒരു എമർജൻസി ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ദൂരെയുള്ള നമ്മളെ ബന്ധുക്കളെ വിളിച്ചു കൂട്ടുന്നതിനേക്കാൾ നമ്മുടെ അയലത്തുള്ള ആൾക്കാർ, നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാരെല്ലാം നമ്മുടെ കൂടെ എപ്പോഴും കാണും. അതൊക്കെ നമ്മുടെ ഗ്രാമത്തിൻ്റെ നന്മകളാണ്. നമ്മുടെ പട്ടണത്തിൻ്റെ ഒരു ജീർണതയാണ് ഈ പറയുന്നത്. ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുള്ളൂ ജീവിതത്തിൻ്റെ ഒരു വില കേട്ടോ. ഓക്കെ, വെളിച്ചം കണ്ട് തീനാളത്തിലേക്ക് പറന്നടുക്കുന്ന ഈയാമ്പാറ്റകളുടെ അനുഭവം അവർ ഓർക്കാറില്ല. എന്താണ് വെളിച്ചം കാണുമ്പോൾ? ഈയാമ്പാറ്റകളെ അറിയാമോ? നമ്മുടെയൊക്കെ വീട്ടിൽ വൈകുന്നേരങ്ങളിലൊക്കെ സന്ധ്യ സമയത്തൊക്കെ പറന്നു വരും ഈയൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ജീവി. അതെന്ന് പറയുന്നത് നമ്മുടെ ചിതൽ പുറ്റില്ലേ, ചിതലെടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, മുറ്റത്തൂടെയൊക്കെ ഇപ്പം ചിതൽ പോകുന്നുണ്ട്. ആ ചിതലൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ കാണാം അതിനകത്തൂടെ ഉറുമ്പിനെ പോലെ എഴഞ്ഞു പോകുന്ന, ഉറുമ്പിനേക്കാൾ ഇച്ചിരി കൂടെ ഒക്കെ വണ്ണം കൂടിയ ഒരു ജീവിയാണ് ചിതൽ എന്ന് പറയുന്നത്. ആ ചിതലാണ് നമ്മുടെ ഈയലായിട്ട് മാറുന്നത്. ആ ഈയൽ എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നൊരു സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും നമുക്കിങ്ങനെ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഒത്തിരി എണ്ണം ഒരുമിച്ച് ഇങ്ങനെ പറന്ന് പോവുക, ഒത്തിരി എണ്ണം ഒരുമിച്ച് പറന്ന് വരും. ആ ഈയാമ്പാറ്റകൾ നമ്മൾ അതിന് ചിറകൊക്കെ ഉണ്ട്, പറന്ന് പോകാനുള്ള ചിറക്. അതെന്താണ്? അത് നേരെ വരുന്നത് വെളിച്ചം നോക്കിയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അകത്ത് ലൈറ്റ് ഇട്ടിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇതെല്ലാം കൂടെ വന്ന് വീട്ടിനകത്തോട്ടൊക്കെ കയറും. അന്നേരം നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യും, ഈയൽ കയറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ, ഇനി ഇങ്ങനെ ഈയൽ പറന്ന് വരുന്ന സമയത്ത് നിങ്ങളൊരു മൺചെരാതോ ഒരു മെഴുകുതിരിയോ ഒരു വിളക്കോ കത്തിച്ച് നിങ്ങൾ സിറ്റൗട്ടിലോ വീട്ടിൻ്റെ പുറം ഭാഗത്തോ വെക്കുക. അന്നേരം എന്ത് സംഭവിക്കും? അന്നേരം ഈ വരുന്ന ഈയാമ്പാറ്റകൾ, ഈ ഈയലുകളെല്ലാം വന്ന് ആ തീയിലേക്ക് അങ്ങ് കയറും. ആ തീക്കകത്ത് വന്ന് കയറുക. അപ്പോഴെന്താണ്? ഈ തീനാളം കാണുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്നും പറഞ്ഞ്
പറഞ്ഞ് ഭ്രമിച്ച് വന്നാണ് ഈ ഈയാമ്പാറ്റകൾ തീയിലകപ്പെടുന്നത്. അന്നേരം എന്ത് ചെയ്യും? അതിന്റെ ചിറക് കരിഞ്ഞു പോയി അത് വീണ് ചത്തുപോകത്തേ ഉള്ളൂ. തീരെ ആയുസ് കുറഞ്ഞ ഒരു ജീവിയാണ് ഈയാമ്പാറ്റകൾ കേട്ടോ, ഈയലുകൾ. പെട്ടെന്ന് എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് നോക്കും, പറന്ന് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് തറഞ്ഞപ്പോൾ അതിന്റെ ചിറകെല്ലാം അങ്ങ് പോകും. പിന്നെ ഒരു പക്ഷേ പകലൊക്കെ ഈയൽ വരുന്നെങ്കിൽ ഇപ്പോൾ നിറയെ കാക്കയും കിളിയും എല്ലാം ഇതിനെ അങ്ങ് പിടിച്ചു തിന്നും. ഭയങ്കരമായിട്ട് കാക്കകളെല്ലാം കൂടെ വന്ന് കൂടി അങ്ങ് പെട്ടെന്ന് പിടിച്ചു തരും. അപ്പോൾ ഏറ്റവും ആയുസ് കുറഞ്ഞ ഒരു ജീവിയാണ് ഈ ഈയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എന്താണ്, തീനാളത്തിലേക്ക് വെളിച്ചം കണ്ട് തീനാളത്തിലേക്ക് പറന്നടുക്കുന്ന ഈയാമ്പാറ്റകളാണ്. വെളിച്ചം കാണുമ്പോഴത്തേനും ആ വെളിച്ചത്തിനകത്തേക്ക് എന്തോ വലിയ കാര്യമാണെന്നും പറഞ്ഞ് ആ വെളിച്ചത്തിലേക്ക് ചെന്ന് കയറുകയാണ് ആര്? ഈയാമ്പാറ്റകൾ. അപ്പോഴെന്താണ്, അവരുടെ ചിറക് കരിഞ്ഞ് അവർ വീണ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ അനുഭവം അതുപോലെയാണ്. ആ ഈയാമ്പാറ്റകളുടെ ഒരു അനുഭവമായിരിക്കും ഗ്രാമത്തിൽ നിന്നും പട്ടണങ്ങളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ആ ഒരു അവസ്ഥ. ഓക്കെ, നമുക്ക് ബാക്കി നോക്കിക്കേ. അപ്പൊ നമ്മുടെ ഗുരുജി ദയാലുവിനെ അങ്ങോട്ട് പട്ടണത്തിൽ പോവുകയാണ്. ഞാൻ നിനക്കൊരു കാഴ്ച കാണിച്ചു തരാം. ആരാണ് പറയുന്നത്? ഗുരുജി ദയാലുവിന്റെ കൈ പിടിച്ചു. ഗുരുജി ദയാലുവിനെ കൊണ്ട് എവിടെ പോകുന്നു? പട്ടണത്തിലേക്ക് പോവുകയാണ്. പട്ടണത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ നിനക്കൊരു കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ഗുരുജി ദയാലുവിന്റെ കൈ പിടിച്ചു. തിരക്കേറിയ നഗരപാതയിലൂടെ അവർ നടന്നു. വളരെ തിരക്ക്, വാഹനങ്ങളും ആളുകളും എല്ലാം കൂടി വളരെ തിരക്ക്, ഭയങ്കര തിരക്കായിട്ടുള്ള നഗരപാത. പട്ടണമാണ് നഗരം. പട്ടണത്തിന്റെ ആ ഒരു വഴിയിലൂടെ അവർ നടന്നു. നഗര കവാടത്തിനരികിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ കെട്ടിടം. അതൊരു ഹോട്ടലാണ്. വാടകയ്ക്ക് ആളുകൾ മുറിയെടുത്ത് താമസിക്കുന്ന സ്ഥലം. അവൻ ഹോട്ടലിനെ നോക്കി. ഒരു വലിയ പർവ്വതത്തിനു താഴെ താൻ നിൽക്കുന്നത് പോലെ ദയാലുവിന് തോന്നി. അപ്പോഴെന്താണ്, ഗുരുജി ദയാലുവിനെ കൈ പിടിച്ച് നടത്തി എവിടെയാണ് കൊണ്ടുപോയത്? ഒരു പട്ടണത്തിലാണ്. ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്താണ്? തിരക്കേറിയ ഭയങ്കരമായിട്ടുള്ള ആൾത്തിരക്കും വാഹനങ്ങളും, മൊത്തത്തിലൊരു ബഹളം. തിരക്കേറിയ നഗരപാതയിലൂടെ അവർ നടന്നു. ആ ഒരു നഗരത്തിന്റെ വഴി, ആ ഒരു പട്ടണത്തിലെ വഴിയിലൂടെ അവർ നടന്നു. നഗര കവാടത്തിനരികിൽ, ആ ഒരു കവാടം, വാതിൽ, ആ ഒരു എൻട്രൻസ് ആകുമ്പോൾ ആ സിറ്റിയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് നഗര കവാടം. അതിനരികിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു പടുകൂറ്റൻ കെട്ടിടം. തല ഉയർത്തി നിൽക്കുകയാണ് ഒരു പടുകൂറ്റൻ കെട്ടിടം. ഒരു വലിയ ഒരു കെട്ടിടം. ദൂരെ നിന്ന് നോക്കിയാലേ കാണത്തക്ക രീതിയിലുള്ള ഒരു വലിയ കെട്ടിടം. ഒരു വലിയ കെട്ടിടം നിൽക്കുകയാണ്. അതൊരു ഹോട്ടലാണ്. എന്താണ്? അതൊരു ഹോട്ടലാണ്. നമുക്കും ഉണ്ടല്ലോ ഇവിടെ ഹോട്ടലുകൾ ഇല്ലേ? നമ്മൾ ആഹാരം കഴിക്കാൻ കയറുന്ന ഹോട്ടലുകളില്ലേ? ഇവിടെ റെസ്റ്റോറന്റ് എന്താണ്? ഹോട്ടലും റെസ്റ്റോറന്റും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഹോട്ടൽ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഫുഡ് കിട്ടും. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ കിട്ടും, ഉച്ചയ്ക്കത്തെ ആഹാരം കിട്ടും, രാത്രിയിലാണെങ്കിൽ നമുക്ക് ആഹാരം കിട്ടും. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലും കിട്ടുമല്ലോ, റെസ്റ്റോറൻറ്റിലും നമുക്ക് ആഹാരം കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹോട്ടലുകളിൽ നമുക്ക് റൂമുകൾ എടുത്ത് താമസിക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിലാണെങ്കിലോ ചെന്നിരുന്ന് നമ്മൾക്ക് വേണ്ടുന്ന ആഹാരം കഴിച്ചിട്ട് തിരിച്ചു പോകാനേ പറ്റുള്ളൂ. അവിടെ താമസിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമുക്ക് റൂം എടുത്ത് താമസിക്കുകയും കൂടെ വേണമെങ്കിൽ എവിടെയാണ് വേണ്ടുന്നത്? ഹോട്ടലുകൾ. ഹോട്ടലുകൾ. നമ്മൾ ആഹാരം കഴിക്കുന്നത് മാത്രമാണെങ്കിൽ റെസ്റ്റോറൻറ്റുകൾ. ഓക്കെ, അപ്പോഴെന്താണ് ഇവിടെ കാണുന്ന? എന്താണ്? ഒരു വലിയ പടുകൂട്ടൻ കെട്ടിടം കാണുന്ന എന്താണ്? അതൊരു ഹോട്ടലാണ്. വാടകയ്ക്ക് ആളുകൾ മുറിയെടുത്ത് താമസിക്കുന്ന സ്ഥലം. അപ്പോൾ വാടകയ്ക്ക് പൈസ കൊടുത്ത്, വാടകയല്ലേ, വാടക നമ്മൾ പൈസയാണ്, പൈസ കൊടുത്ത് റൂം എടുത്ത് താമസിക്കുകയാണ് അവിടെ. അപ്പോഴതെന്താണ്? ഒരു പക്ഷെ അവിടെ ഉള്ള ആ ഒരു റൂമിന്റെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും വാടക. അപ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു 2000 രൂപ മുതൽ അതിന് മുകളിലേക്ക് 10,000 രൂപ 15,000 രൂപ വരെയുള്ള വാടക കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ വലിയൊരു ഹോട്ടലാണ്. അപ്പോഴത്തേന് ഒരിക്കലും അവിടുത്തെ വാടക കുറവായിരിക്കാനുള്ള സാധ്യത ഇല്ല. അവൻ ഹോട്ടലിനെ നോക്കി. ഒരു വലിയ പർവ്വതത്തിന് താഴെ താൻ നിൽക്കുന്നത് പോലെ ദയാലുവിന് തോന്നി. ഒരു വലിയ പർവ്വതത്തിന് മേൽ, ഒരു വലിയ പർവ്വതത്തിന്റെ തൊട്ട് താഴെ താൻ വന്ന് നിൽക്കുന്ന. പർവ്വതത്തെ നോക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കട്ടെ. എന്ത് വലിയ ഒരറ്റം തൊട്ട് ഒറ്ററ്റം വരെ. നമ്മുടെ ജഡായുപ്പാറയൊക്കെ കണ്ടിട്ടില്ല? എന്ത് വലിയ പർവ്വതമാണ്. നമ്മൾ ആയൂരിൽ അങ്ങോട്ട് പോകുമ്പോഴേ
ആ ഒരു ഹോട്ടലില് ഇദ്ദേഹം അന്തം വിട്ടിങ്ങനെ ഇദ്ദേഹം ആ കൊച്ചു പയ്യൻ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എന്താണ് അപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി? ഒരു വലിയ പർവ്വതത്തിന് താഴെ താൻ നിൽക്കുന്നത് പോലെ ദയാലുവിന് തോന്നി. ഒരു വലിയ പർവ്വതത്തിന്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. എന്ന് വെച്ചാൽ ഗ്രാമത്തിൽ ഇത്രയും വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ ഒരു പർവ്വതത്തിന്റെ അത്രയേ ഉള്ളൂ, ഒരു നഗര കവാടത്തിലായതേ ഉള്ളൂ. അപ്പോൾ തന്നെയും വലിയ കെട്ടിടം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ വലിപ്പത്തിലുള്ള ഒരു കെട്ടിടം കണ്ട് അദ്ദേഹം ദയാലുവിന് ഇത്രയും വലിയ താൻ നിൽക്കുന്നത് ഒരു പർവ്വതത്തിന്റെ ചുവട്ടിലാണോ എന്ന് അദ്ദേഹത്തിന് തോന്നി. ഗുരുജി ആ കാഴ്ച ദയാലുവിന് കാണിച്ചു കൊടുത്തു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആടി പാടി തുള്ളി രസിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. ഗുരുജി പറഞ്ഞു, നമ്മുടെ ഭൂമിയുടെ ഭാവി ഇനി ഇവരുടെ കൈകളിലാണ്. ഇനി വരും കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട യുവ മനസ്സുകളാണവർ. എന്താണ് ഗുരുജി വേറൊരു കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ ദയാലുവിന്. എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആടി പാടി തുള്ളി രസിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. ഒരു കൂട്ടം യുവാക്കളാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആടി പാടി രസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രാമത്തിലൊക്കെ ആണെങ്കിലോ മദ്യത്തിനൊക്കെ അടിമപ്പെടുന്ന ആൾക്കാർ എന്ത് ചെയ്യും? കുറെ മദ്യപിച്ചിട്ട് കുടുംബത്തിൽ വന്ന് അടിച്ച് ബഹളം ഉണ്ടാക്കി പാത്രങ്ങൾ എടുത്ത് പൊട്ടിച്ച് TV എല്ലാം അടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ. പിന്നീട് എന്താണ്, ഒരുപാട് മദ്യപിച്ച് കുടുംബം വീട് വരെ എത്തുന്നതിന് മുമ്പേ വഴിയിലൊക്കെ പാമ്പായിട്ട് കിടക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ പട്ടണത്തിൽ കണ്ടതോ യുവാക്കളാണ്. അവരെന്ത് ചെയ്യുന്നു? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആടി പാടി തുള്ളി രസിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. ഗുരുജി പറഞ്ഞു, നമ്മുടെ ഭൂമിയുടെ ഭാവി ഇനി ഇവരുടെ കൈകളിലാണ്. നമ്മുടെ ഭൂമിയുടെ ഭാവി, നമ്മുടെ രാജ്യത്തിൻ്റെന്നോ നമ്മുടെ സ്ഥലത്തിൻ്റെന്നോ നമ്മുടെ പട്ടണത്തിൻ്റെന്നോ ഒന്നുമല്ല പറഞ്ഞത്, നമ്മുടെ ഭൂമിയുടെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭൂമി മൊത്തത്തിലുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. നോക്കിക്കാണ് എന്ത് മനസ്സിന്റെ ഒരു വിശാലത കണ്ടോ? നമ്മുടെ ഭൂമി എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിൻ്റെ പോലും അല്ല അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഭൂമിയുടെ ഭാവി ഇനി ഇവരുടെ കൈകളിലാണ്. ഇനി വരും കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട യുവ മനസ്സുകളാണിവർ. ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടുന്ന യുവ മനസ്സുകൾ, യുവാക്കളാണ്. ഒരുപക്ഷെ ഒരു 20 വയസ്സിന് താഴെയുള്ള ഒരു ആൾക്കാരായിരിക്കാം ഇത്. അപ്പോഴെന്താണ് ദയാലുവിന് കാണിച്ചു കൊടുത്തത്? ആ പട്ടണത്തിലേക്ക് പോയപ്പോഴത്തേനും പട്ടണത്തിന്റെ കവാടത്തിൽ തന്നെ പർവ്വതത്തിന്റെ പോലെയുള്ളൊരു ഹോട്ടൽ കണ്ടു. അത് കണ്ടപ്പോഴേ ദയാലു ഇത്രയും വലിയ കെട്ടിടം ഒരു പർവ്വതത്തിന്റെ താഴെ നിൽക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അത് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത കാഴ്ച എന്താണ്? ഒരു കൂട്ടം യുവാക്കള്. അത് മദ്യവും മയക്കുമരുന്നും കണ്ടിട്ടില്ലേ? അവരുടെ മദ്യം വയ്ക്കുന്നതൊക്കെ നിങ്ങൾ TV-യിലൊക്കെ കണ്ടിട്ടില്ലേ? മദ്യവും മയക്കുമരുന്നിനൊക്കെ അടിമയാവുന്ന ആൾക്കാരുടെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥകളാണെങ്കിൽ അവർക്ക് എന്താണ്, നമുക്ക് സ്വയം ചിന്തിക്കാനുള്ള ഒരു ചിന്താശേഷി വരെയും നശിച്ചു പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഇപ്പം നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ തന്നെ എന്താണ്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ തരുന്ന ഒരു സാധനങ്ങളും വാങ്ങിക്കഴിക്കരുത്. നിങ്ങളെ വീട്ടിൽ നിന്നേ നിങ്ങളെ പേരൻസ് പറഞ്ഞു വിടുന്നതാണ്. നിങ്ങൾ LKG പഠിക്കുമ്പോഴേ പറഞ്ഞു വിടുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയും മാഡം അത് പറയുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ആരും തരുന്ന ഒരു ഭക്ഷണ സാധനവും വാങ്ങിച്ച് കഴിക്കരുത്. അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവന് തന്നെ അത് അപകടമായിരിക്കും. ഓക്കെ, അപ്പോഴാരാണ് ഈ മദ്യപിച്ച് നിൽക്കുന്ന ആൾക്കാർ? നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടുന്ന യുവ മനസ്സുകളാണ്. അപ്പോൾ ഗുരുജി കാണിച്ചു കൊടുത്ത രണ്ടാമത്തെ കാഴ്ച എന്താണ്? രണ്ടാമത്തെ കാഴ്ച, ആദ്യത്തെ കാഴ്ച വലിയ ഒരു പർവ്വതം പോലുള്ള ഒരു ഹോട്ടലാണ് കാണിച്ചു കൊടുത്തത്. രണ്ടാമത് കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട്. എന്തിനൊക്കെയാണ്? മദ്യത്തിനും. മദ്യപാനം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ദുശ്ശീലങ്ങളിൽ ഒന്നാണ് മദ്യപാനം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബത്തിന്റെ ജീവിതവും കൂടി ഇല്ലാതാക്കാൻ കെൽപ്പുള്ളതാണ് ഈ മദ്യപാനം. അത് അത്രയ്ക്ക് ശരീരത്തിന് ദോഷമാണ്. പിന്നെന്താണ്, നമ്മൾ കുടുംബത്തിലേക്ക് ചെലവഴിക്കേണ്ടുന്ന പൈസയാണ് ഈ കൊണ്ടുപോയി മദ്യം വാങ്ങിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ആൾക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് അറിയാമോ? ഈ മദ്യം കിട്ടാതെ വരുന്ന ഒരു വശം, മദ്യം കിട്ടാതെ ഒരുപാട് ആൾക്കാർ
വളരെയേറെ ബുദ്ധിമുട്ടുകളും ഡിപ്രഷൻ പോലുള്ള അവസ്ഥയൊക്കെ അവർക്കുണ്ടായി. പക്ഷെ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ അന്നത്തെ എന്തായിരിക്കും? സമാധാനപരമായിട്ടുള്ള കുടുംബമായിരുന്നിരിക്കും അന്ന്. കാര്യം വെച്ചാൽ മദ്യപിച്ചാൽ മാത്രമേ ഭാര്യയെ കാണുമ്പോഴും മക്കളെ കാണുമ്പോഴും എടുത്തിട്ട് ഉപദ്രവിക്കാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മദ്യമില്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുടുംബത്തിന് നല്ലതായിരുന്നു മദ്യം ഇല്ലാതിരുന്ന സമയം. പക്ഷെ മദ്യപാനിക്ക് മദ്യം ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ വളരെ പ്രയാസമായിട്ടുള്ളതാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കുന്ന ആളുടെ അവസ്ഥ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട്. മദ്യത്തിനേക്കാൾ ദോഷമായിട്ടുള്ള ഒരു സംഭവമാണ് മയക്കുമരുന്ന്. ഇപ്പോൾ പല രീതിയിലുള്ള മയക്കുമരുന്നുകളുണ്ട്. പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന മയക്കുമരുന്നുകളുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ സമയം ഇപ്പോൾ ഇന്നൊരു ദിവസം മയക്കുമരുന്ന് ഉപയോഗിച്ചു, ഇന്നിപ്പോൾ നമുക്ക് ഈ രാവിലത്തെ നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു. ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നമുക്ക് വീണ്ടും അത് കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങ് തോന്നലായി പോവുക. പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഒരാഴ്ചയൊക്കെ ഒരുപക്ഷെ നമ്മൾ അറിയാതായിരിക്കാം നമ്മളത് ശരീരത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റാരെങ്ങളുടെയും പ്രേരണയായി അവർ നമുക്ക് എന്തെങ്കിലും ഫുഡിനകത്ത് കലർത്തി തരികയോ ജ്യൂസിനകത്ത് ഒഴിച്ച് തരികയോ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പിറ്റേ ദിവസം ആ സമയമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കും നമുക്കത് വേണം എന്നുള്ളൊരു ചിന്ത വരും. അപ്പം ഞാൻ പറയാം, നിങ്ങൾക്കൊക്കെ നമുക്കൊരു ഐസ്ക്രീം കഴിക്കണം. അപ്പോൾ നമ്മൾ വന്ന് കഴിക്കുന്ന ഒരു പുതിയ ഐസ്ക്രീമാണ്, പുതിയ ഫ്ലേവർ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. നല്ല ഐസ്ക്രീം, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ പിറ്റേ ദിവസം എന്ത് ചെയ്യും? പിറ്റേ ദിവസം നിങ്ങൾ വന്നപ്പോൾ നമ്മൾ പോക്കറ്റ് മണി തന്നു, നമ്മൾ പിറ്റേ ദിവസവും ആ ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നു. അപ്പോഴെന്താണ്? നമ്മളൊരു പക്ഷേ പ്രൈവറ്റ് ബസ്സിലോ ലൈൻ ബസ്സിൽ പോകുന്ന കുട്ടികൾ അവർ പൈസ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടന്നു പോകാമെന്ന് വെക്കാം. ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് എക്സസൈസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടും. അതാണ് മൂന്നാമത്തെ ദിവസവും നമുക്ക് കയ്യിൽ പൈസ ഇല്ല. അപ്പോഴെന്താണ്? നമുക്ക് ഐസ്ക്രീം കഴിച്ചേ പറ്റൂ, അങ്ങനെയുള്ളൊരു തോന്നൽ. അപ്പോൾ ഏത് വിധേനയും നമുക്കത് വാങ്ങിക്കണം, ആ ഐസ്ക്രീം വേണം, അതില്ലാതെ പറ്റത്തില്ല. അങ്ങനെ ഒരു ചിന്ത വരുന്നത് എന്താണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഐസ്ക്രീം കമ്പനിക്കാർ പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ചെറുതായിട്ടൊരു ശകലം ഒരു മയക്കുമരുന്നിൻ്റെ ഒരു ഫ്ലേവർ അതിൽ വരുത്തുന്നതാണ്. കാര്യം വെച്ചാൽ നിങ്ങൾക്കത് വാങ്ങണം, നിങ്ങൾക്കത് കഴിക്കണം. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിന് ദോഷം വരുന്നതൊന്നും ഈ ഐസ്ക്രീം കമ്പനിക്കാർക്ക് അറിയണ്ട. അവർക്ക് എന്താണ്? അവരുടെ കച്ചവട ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് കച്ചവടം നടക്കുക, അവരുടെ ഐസ്ക്രീം വിറ്റ് പോവുക. അത് കഴിക്കുന്ന കുട്ടികൾക്ക് എന്ത് വന്നാലും, അവരുടെ കുടുംബത്തിൽ എന്ത് വന്നാലും ആ ഐസ്ക്രീം നടത്തുന്ന ആൾക്കാർക്ക് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. അവർക്ക് അവരുടെ ബിസിനസ് നന്നായിട്ട് പോകുക എന്നുള്ള ചിന്ത മാത്രമേ കാണുള്ളൂ. പിന്നെ മയക്കുമരുന്ന് വേറെ ഒരുപാട് രീതിയിലുണ്ട്. കുറെ കൂടെ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടല്ലോ, സിറിഞ്ചിനകത്ത് ആ മരുന്നെടുത്ത് ഇഞ്ചക്ട് ചെയ്യുന്ന പോലെ തന്നെ ശരീരത്തിൽ അറിഞ്ഞുകൊണ്ട് മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന യുവതലമുറകൾ വരെ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. നിങ്ങളിങ്ങനെ ഐസ്ക്രീമിന് പോലും എല്ലാ ദിവസവും വേണമെന്ന് പറഞ്ഞ് നിർബന്ധമൊന്നും പിടിക്കരുത് കേട്ടോ. ഐസ്ക്രീമിനും ചോക്ലേറ്റ്സിനും ഒന്നും യാതൊരു രീതിയിലുള്ള നിർബന്ധം പിടിക്കരുത്. പിന്നീട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ പരിചയമില്ലാത്ത ആര് തരുന്ന ഒരു ചോക്ലേറ്റും സ്വീറ്റ്സും ഒന്നും വാങ്ങി കഴിക്കരുത് കേട്ടോ. എപ്പോഴും നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളോട് പറഞ്ഞ് LKG പഠിക്കുന്ന സമയത്തേ പറഞ്ഞു വിടുന്നതായിരിക്കും, മോനെ അറിഞ്ഞൂടാത്ത ഒരാൾ തന്നാൽ ഒന്നും വാങ്ങി കഴിക്കല്ലേ, യാതൊന്നും കഴിക്കരുത്, വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞു വിടും. അപ്പം മാഡം പറയുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരാൾ തരുന്ന ഒരു സാധനങ്ങളും വാങ്ങി കഴിക്കരുത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതിനകത്ത് എന്തൊക്കെ കണ്ടൻസാണ് ചേർന്നിരിക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലെ അതൊരിക്കലും വാങ്ങി കഴിക്കരുത്. അപ്പോഴെന്താണ് നമ്മൾ ഗുരുജി ദയാലുവിനെ കാണിച്ചു കൊടുക്കുന്നതാണ്. നോക്കിയേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ആടിപ്പാടി തുള്ളി രസിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ. എന്താണ്? അവർ മദ്യപിച്ചുകൊണ്ടും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു? അവര് ആടിപ്പാടി തുള്ളി രസിക്കുകയാണ്. അവര് ജീവിതം ആഘോഷിക്കുകയാണ്. കുറെ ആട്ടവും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ജീവിതം ആഘോഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടം യുവാക്കളാണ്, യുവതലമുറയാണ്, യുവാക്കളാണ് ആഘോഷിക്കുന്നത്, അല്ലാതെ പ്രായമായ ആൾക്കാരല്ല. ഇപ്പം നമ്മൾക്ക് തന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെ കാണാൻ പറ്റുന്ന എന്താണ്? മദ്യപിച്ചിട്ട് റോഡിൽ പാമ്പായിട്ടൊക്കെ കിടക്കത്തില്ലേ? കൂടുതലും എന്താണ്? ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്, പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. ഒരു പക്ഷേ ജോലിക്കൊക്കെ പോയി ആ ഒരു ദിവസം സമ്പാദ്യം കൊടുത്ത് കുറെ മദ്യം വാങ്ങിച്ച് കുടിച്ച് പിന്നെ കുടിച്ചതിൽ കൂടിപ്പോയത് കൊണ്ട് മയങ്ങി വീട് വരെ നടന്നെത്താൻ കെൽപ്പില്ലാതെ റോഡ് വഴിയൊക്കെ വീഴുന്ന് കിടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ യുവജനങ്ങൾ ഇങ്ങനെ ബോധമില്ലാതെ നടക്കുന്ന യുവജനങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾക്ക് കാണാൻ പറ്റില്ല. കാര്യം എന്താ? നമ്മൾ ജീവിക്കുന്നത് ഗ്രാമത്തിലാണ്, പട്ടണത്തിലല്ലല്ലോ. നമ്മൾ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഗുരുജി പറഞ്ഞു, നമ്മുടെ ഭൂമിയുടെ ഭാവി
ഇനി ഇവരുടെ കൈകളിലാണ്. ഗുരുജി എന്താണ് പറയുന്നത്? നമ്മുടെ ഭൂമി, നമ്മുടെ ഒരു പ്രദേശമെന്നോ നമ്മുടെ സംസ്ഥാനമെന്നോ ഒന്നുമല്ല പറഞ്ഞത്, നമ്മുടെ ഭൂമിയുടെ, നമ്മളാ ഭൂമി മൊത്തത്തിലുള്ള കാര്യമാണ്. ഭൂമിയുടെ ഭാവി ഇനി ഇവരുടെ കൈകളിലാണ്. ഭൂമിയുടെ ഭാവി ഇവരുടെ, ആരുടെ? ഈ യുവതലമുറയുടെ കൈകളിലാണ്. ഈ യുവതലമുറയുടെ കൈകളിലാണ്. ഇനി വരും കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ട യുവ മനസ്സുകളാണിത്. ഇനി വരും കാലങ്ങളിൽ, ഇനി കാലഘട്ടം മാറി, ഓരോ വർഷങ്ങൾ കഴിഞ്ഞോറും കാലം മാറി മാറി വരികയല്ലേ. നിങ്ങൾ ഇന്നാൾ LKG വന്ന് ചേർന്നിട്ട് നിങ്ങളിപ്പോൾ 6th സ്റ്റാൻഡേർഡ് വരെ എത്തില്ലയോ? അതുപോലെ ഇനി വരും തലമുറകളുടെ, വരും വർഷങ്ങളുടെ, വരും കാലങ്ങളിൽ എന്താണ്, ആരാണ് നയിക്കേണ്ടത്? നമ്മുടെ സമൂഹത്തെ നയിക്കേണ്ടുന്ന യുവ മനസ്സുകളാണ്. നമ്മുടെ ആ ഒരു സമൂഹത്തെ നയിക്കേണ്ടത്, നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യുവതലമുറയാണ്. ആ നിന്ന് കുറെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവിടെ നിന്ന് കൂത്താടുന്നത് അല്ലേ? അത് ഗുരുജി കാണിച്ചു കൊടുക്കുകയാണ് ദയാലുവിന്. അവൻ ഗുരുജിയെ നോക്കി. എന്താ നിനക്കൊരു സംശയം? സംശയത്തിൽ നിൽക്കുന്ന ദയാലുവിന്റെ മുഖം കണ്ടിട്ട് ഗുരുജി പറഞ്ഞു, സംശയിക്കേണ്ട, ഇത്തരം കാഴ്ചകൾ ഇവിടെ പതിവാണ്. വലിയ വലിയ മനുഷ്യരായി ഈ ലോകത്തെ സംരക്ഷിക്കുവാൻ കടമയുള്ള ചെറുപ്പക്കാരാണിവർ. ആ കടമ ഒരു ഉത്തരവാദിത്തമാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. എന്തൊക്കെയോ ഭ്രാന്തൻ വാദ്യോപകരണങ്ങളും താളമൊപ്പിച്ച് അവർ നൃത്തം ചവിട്ടുന്നതും നുരയ്ക്കുന്ന വിഷം കുടിക്കുന്നതും നീ കാണുന്നില്ലേ? അവരുടെ ചുണ്ടുകളിൽ തലച്ചോറിനെ നശിപ്പിക്കുന്ന മാരക വിഷം പുകയുന്നു. ഇങ്ങനെ ആഹ്ലാദത്തിൽ മാത്രം ഏർപ്പെടുന്ന ഒരു തലമുറയെ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ ഇരുട്ട് കയറുന്നു. എന്താണ് ബാക്കി പറഞ്ഞു കൊടുക്കുകയാണ് ഗുരുജി നമ്മുടെ ദയാലുവിന്. എന്താ നിനക്കൊരു സംശയം? അപ്പോഴേ നമ്മുടെ ദയാലു കണ്ടിട്ടുണ്ടോ യുവതലമുറ ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് കിടന്ന് ആർത്തുല്ലസിക്കുന്നത്? നമ്മുടെ ദയാലു കണ്ടിട്ടില്ല. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ദയാലുവിന് തന്നെ ഒരു സംശയിച്ച് നിൽക്കുകയാണ്. ആ സംശയിച്ച് നിൽക്കുന്ന ദയാലുവിന്റെ മുഖം കണ്ടിട്ട് ഗുരുജി പറയുകയാണ്, സംശയിക്കേണ്ട, ഇത്തരം കാഴ്ചകൾ ഇവിടെ പതിവാണ്. അപ്പോൾ പറഞ്ഞ് ഒരേ നീ സംശയിക്കേണ്ട, അത് സത്യമാണോ അല്ലയോ, ഇങ്ങനെ യുവാക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് നമ്മുടെ ബാലൻ ചിന്തിച്ചത്. അപ്പോൾ അവർക്ക് സംശയിക്കേണ്ട മോനെ, ഇതെല്ലാം ഈ കാഴ്ചകൾ ഇവിടെ പതിവാണ്. വലിയ വലിയ മനുഷ്യരായി ഈ ജീവലോകത്തെ സംരക്ഷിക്കാൻ കടമയുള്ള ചെറുപ്പക്കാരാണിവർ. എന്താണ് ഇവരൊക്കെ? ഇവര് വലിയ വലിയ മനുഷ്യരായി എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാർ, ഒരു 20 വയസ്സിന് താഴെയുള്ള പിള്ളേർ സെറ്റാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അപ്പോഴെന്താണ്? അവര് വലിയ വലിയ മനുഷ്യരായിട്ട് ഈ ജീവലോകത്തെ സംരക്ഷിക്കാൻ കടമയുള്ള ചെറുപ്പക്കാരാണിവർ. എന്താണ് ഇവർ കുറച്ചും കൂടി വലുതായിട്ട്, എന്താണ് ഇവർക്കൊരു കുടുംബമുണ്ട്, ഇവരെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയുണ്ട്, ഇവർ വിവാഹം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളായി, അവരെ എല്ലാവരെയും സംരക്ഷിക്കേണ്ട യുവതലമുറയാണ് ഈ കാണുന്നത്. അപ്പോഴെന്താണ് ആ കടമ ഒരു ഉത്തരവാദിത്തമാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഒരു കടമയുണ്ട്. എന്താണ്? കുഞ്ഞുനാളിലെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഏറ്റവും വിലപ്പെട്ട കടമയാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെയും, നിങ്ങളെ കുഞ്ഞുനാളിലെ വളർത്തി നിങ്ങളെ വലിയ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ കുറച്ചുകൂടെ ആകുമ്പോഴത്തേനും നിങ്ങൾ പഠിച്ച് മിടുക്കരാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും. ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോഴാണ് ആ ഒരു ഉത്തരവാദിത്വം, അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഈ യുവതലമുറ, ഈ മദ്യപിച്ച് മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവിടെ കിടന്ന് ആ ഡാൻസ് കളിക്കുന്ന തലമുറ മനസ്സിലാക്കുന്നില്ല. ആ ഒരു ഉത്തരവാദിത്വം ഇവര് തിരിച്ചറിയുന്നില്ല. ഏതൊക്കെയോ ഭ്രാന്തൻ വാദ്യോപകരണങ്ങളും താളം ഒപ്പിച്ച് അവർ നൃത്തം ചവിട്ടുന്നതും നുരയ്ക്കുന്ന വിഷം കുടിക്കുന്നതും നീ കാണുന്നില്ലേ? എന്തൊക്കെയോ ഭ്രാന്തൻ വാദ്യോപകരണങ്ങൾ. എന്താണ് നമുക്കിവിടെ ഒരു ഭ്രാന്തൻ വാദ്യോപകരണം എന്ന് പറയുന്നത്? എന്താണ്? നമ്മളെ നാസിക് ഡോളിനെ പറഞ്ഞൂടെ? എന്തുകൊണ്ട് എന്തോരു ശബ്ദം, ഒന്നടിക്കുമ്പോൾ തന്നെ അങ്ങ് ഭയങ്കര ശബ്ദം. നമ്മളങ്ങ് അത് ഇപ്പൊ ഈ അടുത്തിടയ്ക്കൊക്കെ അത് നിരോധിച്ചു കഴിഞ്ഞു. നമ്മളെ സർക്കാർ നമ്മുടെ ആഘോഷങ്ങൾക്കൊന്നും നാസിക് ഡോൾ ഉപയോഗിക്കരുതെന്നുള്ള നിയമമൊക്കെ വന്നിട്ടുണ്ട്. അത്രയ്ക്കും ശബ്ദ മലിനീകരണത്തിനേക്കാൾ കൂടുതലായിട്ട് അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ചെവിക്കും നമ്മുടെ ആ ഒരു ഹൃദയത്തിനൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ അത് നമുക്ക് നിരോധിച്ചിരിക്കുകയാണ്. അതിനെ ഒരു ഭ്രാന്തൻ വാദ്യോപകരണം എന്ന് പറയാം അല്ലെ? അതുപോലെ നമുക്കൊരു ഒരുപാട് വാദ്യോപകരണങ്ങളുണ്ട്, നല്ല നല്ല ഭംഗിയുള്ള നല്ല
മനോഹരമായിട്ടുള്ള ഒരുപാട് വാദ്യോപകരണങ്ങൾ ഉണ്ട്. അതുകൂടാതെ ഇതെന്താണ്, ഇവർ എന്തൊക്കെയോ ഭ്രാന്തൻ വാദ്യോപകരണങ്ങൾ അതിന്റെ താളം ഒപ്പിച്ച് അവർ നൃത്തം ചവിട്ടുകയാണ്. നുരയ്ക്കുന്ന വിഷം കുടിക്കുന്നതും നീ കാണുന്നില്ല. ഇത് ഡാൻസും കളിക്കുന്നുണ്ട്, ആ ഒരു നൃത്തവും ചവിട്ടുന്ന. നുരയ്ക്കുന്ന വിഷം എന്ന് പറയുന്നത് എന്തിനാണ്? മദ്യത്തിനെ. ആ ഒരു നുരയ്ക്കുന്ന വിഷം കുടിക്കുന്നതും നീ കാണുന്നില്ലേ? അവര് ആ ഒരു വാദ്യോപകരണത്തിനകത്ത് അതിന്റെ ആ ഒരു താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നത് കൂടാതെ അവര് ഒരു നുരയ്ക്കുന്ന വിഷം കുടിക്കുകയാണ്. അവരുടെ ചുണ്ടുകളിൽ തലച്ചോറിനെ നശിപ്പിക്കുന്ന മാരക വിഷം പുകയുന്നു. എന്താണ്? അവരുടെ ചുണ്ടുകളിൽ തലച്ചോറിനെ നശിപ്പിക്കുന്ന മാരക വിഷം പുകയുന്നു. എന്താണ്? നമ്മുടെ എന്ത് പറയാം, സിഗരറ്റാണ് അവർ വലിക്കുന്നത്, പക്ഷെ അതിനകത്ത് എന്താണ്? മയക്കുമരുന്നാണ്. അത് നമ്മുടെ തലച്ചോറിനെ വല്ലാതെ ബാധിക്കും, നമ്മുടെ ബുദ്ധിയെ ബാധിക്കുന്നുണ്ട്. ആ ഒരു തലച്ചോറിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതാക്കുന്നു. നമ്മുടെ തലച്ചോറിന്റെ ആ ഒരു ബുദ്ധിയും തിരിച്ചറിവും എല്ലാം നശിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു പുകയില ഉൽപ്പന്നമാണ് ഇവരിപ്പോൾ ആ ചുണ്ടത്ത് വെച്ച് പുകയ്ക്കുന്നത്. ഇങ്ങനെ ആഹ്ലാദത്തിൽ മാത്രം ഏർപ്പെടുന്ന ഒരു തലമുറയെ കാണുമ്പോൾ എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. എന്താണ്? ഇങ്ങനെ ആഹ്ലാദത്തിൽ, ഇങ്ങനെ വെച്ചാൽ എല്ലാം മതിമറന്ന് അവർ ആഘോഷിക്കുകയാണ്. കുറെ വാദ്യോപകരണങ്ങൾ, എന്താണ്? ഭ്രാന്തമായിട്ടുള്ള കുറെ വാദ്യോപകരണങ്ങളും കുറെ മദ്യവും മയക്കുമരുന്നും പിന്നെ ആ ഒരു പുകയിലയും എല്ലാം കൊണ്ട് അവരൊരു വേറൊരു ലോകത്ത് ആ ഒരു ദിവസം തള്ളി നീക്കാൻ വേണ്ടി അവർ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവര് ആ ഒരു ആഘോഷത്തിൽ എന്താണ്, ഇവർക്ക് ഇവരുടെ ബുദ്ധി എന്താണെന്ന് പോലും നശിച്ചു പോകുന്ന ബുദ്ധി, അവർക്ക് ഒരു തിരിച്ചറിവ് പോലും കിട്ടുന്നില്ല. തങ്ങൾക്ക് ഒരു കുടുംബമുണ്ട്, അതൊരു സംരക്ഷിക്കണം, നാളത്തെ ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടുന്ന യുവതലമുറയാണ് താങ്കളെന്ന് അവർ മറന്നു പോവുകയാണ്. അവര് ഒന്നും ചിന്തിക്കുന്നില്ല, അവരങ്ങ് ആഘോഷിക്കുന്നു. കൂട്ടുകാരുമെല്ലാം ചേർന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലോകത്ത് അവർ ആഘോഷിക്കുകയാണ്. ഇത് കാണുമ്പോഴെന്താ, എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. ഈ ഒരു തലമുറ, ഈ ഒരു മൊത്തത്തിൽ ഇങ്ങനെ ആഘാതത്തിൽ മാത്രം ഏർപ്പെടുന്ന ഒരു തലമുറയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നു. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒരു കുട്ടിക്കാണെങ്കിൽ തന്നെ, ആ ഒരു യുവാവിനാണെങ്കിൽ തന്നെ വീട്ടിലും നല്ല നാടിനെയും സംരക്ഷിക്കാൻ എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം മാറ്റിവെച്ച് കൂട്ടുകാരുമായിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം ആഘോഷിച്ചു പോകുന്ന ഒരു യുവതലമുറയെ ഇദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം നമുക്ക് മനസ്സിലായ നന്നായിട്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. പുസ്തകം നന്നായിട്ട് വായിക്കുക. ഓക്കെ, ബൈ.